തന്റെ കൗമാരം മുതൽ തുടങ്ങിയ ഈ 41 വയസ്സുകാരന്റെ പടയോട്ടം അപൂർണമായി അവിടെ അവസാനിക്കും, അപൂർണമായി തന്നെ അതിന് തിരശ്ശീല വീഴും എന്നൊക്കെയായിരുന്നു ഉറച്ചു വിശ്വസിച്ചത്. പക്ഷേ ചിലപ്പോഴൊക്കെ വിധിയും കാലവും അയാൾക്കും അനുകൂലമായി മാറ്റത്തിന്റെ കാറ്റ് വീശും എന്ന് തെളിയിച്ചിട്ടുണ്ട്. ഇന്ന് ക്രൊയേഷ്യക്കെതിരെ അയാൾ വേദനയോടെ വിടവാങ്ങുമെന്ന് കളിയുടെ തുടക്കത്തിൽ അയാളുടെ ആരാധകർ പോലും ചിലപ്പോൾ വിശ്വസിച്ചിരിക്കാം. പക്ഷേ അവിടെ അപൂർണനായി കരിയർ അവസാനിപ്പിക്കേണ്ടി വന്നത് ക്രൊയേഷ്യയുടെ ഇതിഹാസ താരമായ ലൂക്ക മോഡ്രിച്ചിനായിരുന്നു. ക്രിസ്ത്യാനോ കണ്ണീർ വീഴ്ത്തുമെന്ന് കരുതിയിടത്ത് ലൂക്ക മോഡ്രിച്ച് തൻ്റെ കണ്ണുനീർ തുള്ളികൾ പൊഴിച്ച് അപൂർണനായി ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏതായാലും 41 വയസ്സുകാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് തൻ്റെ കരിയറിൻ്റെ പൂർത്തീകരണത്തിന് ഇനിയും അവസരവും സമയവും കാലം ബാക്കി വെച്ചിട്ടുണ്ട് എന്നത് വല്ലാത്തൊരു കാവ്യനീതിയായി നമുക്ക് വേണമെങ്കിൽ കാണാം. ഇന്നത്തെ മത്സരത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ തുടക്കത്തിൽ പോർച്ചുഗൽ നന്നായിട്ട് കളിച്ചു. പക്ഷേ ലോകം വാഴ്ത്തുന്ന പോർച്ചുഗീസ് മിഡ്ഫീൽഡ് ട്രിയോയുടെ ദുരന്തപൂർണമായിട്ടുള്ള പ്രകടനത്തിനെ കുറിച്ച് പറയാതിരുന്നാൽ അതും വലിയ നീതികേടായി പോവും. ഈ വേൾഡ് ക്ലാസ് ഡിഫൻസ് മിഡ്ഫീൽഡ് ട്രിയോ ഒരുക്കിയത് കേവലം ഈ ടൂർണമെന്റിലുടനീളം ഒരുക്കിയത് കേവലം 11 ചാൻസുകളാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മധ്യനിരയിൽ നിന്നും ക്രിയേറ്റീവായിട്ട് മുന്നിലേക്ക് പാസ് കൊടുക്കുന്ന അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ബ്രൂനോ ഫെർണാണ്ടസ് ഇവിടെ എന്ത് തേങ്ങാക്കൊലയാണ് കാണിക്കുന്നത്. വിറ്റീഞ്ഞയുടെ കാര്യവും പമ്പരം കറങ്ങുന്ന പോലെ കറങ്ങുന്നതിനപ്പുറത്തേക്ക് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഈ ഒരു സ്കോഡിൽ വിറ്റീഞ്ഞ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പിന്നെ ബെർണാർഡോ സിൽവയുടെ കാര്യം പറയണ്ട. എനിക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യൻ്റെ പോരാട്ടത്തിനെ കുറിച്ച് പറയാൻ തന്നെയാണ് ബാക്കിയുള്ളത്. ജോട്ടയുടെ ഓർമ്മ ദിവസം ആ മനുഷ്യൻ പോർച്ചുഗലിന് നഷ്ടപ്പെട്ട ജീവൻ തിരികെ നൽകി. ഇവാൻ പെരിസിച്ചിൻ്റെ ഗോളിൽ കൂടി ക്രൊയേഷ്യ ലീഡ് എടുത്തപ്പോൾ എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു എന്ന് എല്ലാവരും കരുതി. പക്ഷെ ആ മനുഷ്യന് വിട്ടുകൊടുക്കാനും തോൽക്കുവാനും ജോട്ടയുടെ ഓർമ്മ ദിനത്തിൽ കരയുവാനും വേദനിച്ച് കരയുവാനും കഴിയുന്നതിനപ്പുറത്തേക്ക് വിജയത്തിൻ്റെ ലേപനം അയാളുടെ ഓർമ്മകൾക്ക് സമ്മാനിക്കണമെന്ന തീക്ഷ്ണമായ മോഹമുണ്ടായിരിക്കും. ക്രിസ്ത്യാനോയുടെ പൊസഷൻ നഷ്ടപ്പെട്ടു തുടങ്ങി, അദ്ദേഹത്തിന് പഴയ പോലെ പൊസിഷനിൽ എത്താൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ആ ഓഫ് സൈഡ് ഗോൾ. ഓഫ് സൈഡ് വിളിക്കപ്പെട്ടില്ലെങ്കിലും ആ ഒരു ബോളിലേക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ എത്തി. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടച്ച് ഷിപ്പ് നമ്മളെല്ലാവരും കാണേണ്ടത് തന്നെയാണ്. പിന്നെ നോക്കൌട്ട് മത്സരങ്ങളിൽ ഗോളില്ല എന്നുള്ള ചീത്തപ്പേര് കൂടി ക്രിസ്ത്യാനോ ഇന്നത്തെ മത്സരത്തിൽ അവസാനിപ്പിച്ചു. പെനാൽറ്റി സ്പോട്ട് കിക്കാണ് എന്നൊക്കെ പറഞ്ഞ വിരോധികൾക്ക് ഇനിയും കളിയാക്കാൻ ചില വകകളുണ്ടെങ്കിൽ പോലും ഈ ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ള സാഹചര്യത്തിൽ മനസാന്നിധ്യം കൈവിടാതെ പനേങ്കയ്ക്ക് കുതിർക്കാനുള്ള ചങ്കൂറ്റം ലോക ഫുട്ബോളിൽ വേറെ ആർക്കുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒരാളെയും ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം പോർച്ചുഗൽ പരാജയപ്പെടും, ഇനി എന്താണ് വിധി എന്നൊക്കെ നമ്മൾ കരുതിയെങ്കിൽ പോലും പകരക്കാരനായി ഇറങ്ങി ഒരു ഹെഡർ ഗോൾ പിറന്നതോടുകൂടി പോർച്ചുഗലിന് ഇനി സ്പെയിനിൻ്റെ വെല്ലുവിളിയാണ് നേരിടാനുള്ളത്. ലാമിൻ യമാൽ എന്ന പ്രതിഭയുടെ തിളക്കമുള്ള സ്പാനിഷ് ടീമിനെ ഈ 41-കാരൻ പറങ്കയുടെ സ്വപ്നസംഘം വീഴ്ത്തുമോ എന്ന് കാത്തിരുന്ന് കാണാം. സ്വപ്നസംഘം എന്നൊക്കെ എൻ്റെ ഒരു സ്വപ്നവും തള്ളുമൊക്കെയാണ്. ടീമിൻ്റെ നിലവാരത്തിനെക്കുറിച്ചും പ്രകടനത്തിനെക്കുറിച്ചും ഒക്കെ പറയാൻ നിന്നാൽ കുറച്ച് ബുദ്ധിമുട്ടും എന്നുള്ളത് സത്യമാണ്.